നമസ്കാരം. പ്രധാന വാർത്തകൾ. CPM വേദികളിൽ വീണ്ടും സജീവമായി പി ദിവ്യ. വൃന്ദാകാരാട്ടിനൊപ്പം സ്റ്റേജ് പങ്കിട്ടു. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തി പ്രതി ചേർക്കപ്പെട്ട മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ CPM വേദികളിൽ വീണ്ടും സജീവമാകുന്നു. കണ്ണൂർ തളാപ്പിൽ പണിത ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ഓഫീസായ സുശീല ഗോപാലൻ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിനാണ് ദിവ്യ എത്തിയത്. ഉദ്ഘാടനത്തിന് ശേഷം കണ്ണൂർ കളക്ട്രേറ്റ് മൈതാനിയിൽ നടന്ന പൊതുസമ്മേളനം CPM PB അംഗം വൃന്ദാകാരാട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. ഈ വേദിയിലാണ് പ്രമുഖ നേതാക്കൾക്കൊപ്പം ആശംസാ പ്രാസംഗികയായി പി ദിവ്യയും എത്തിയത്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം. അഫാനെതിരെ മാതാവിന്റെ ആദ്യ മൊഴി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ നിർണായക മൊഴി നൽകി അഫാന്റെ മാതാവ്. തന്നെ ആക്രമിച്ചത് അഫാൻ തന്നെയാണെന്ന് മാതാവ് ഷെമി മൊഴി നൽകി. ഉമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാണ് പിന്നിൽ നിന്ന് ഷാൾ കൊണ്ട് കഴുത്തു ഞെരിച്ചത്. ബോധം വന്നപ്പോൾ പോലീസുകാർ ജനൽ തകർക്കുന്നതാണ് കണ്ടതെന്നും ഷെമി മൊഴി നൽകി. കിളിമാനൂർ CI ഇന്ന് മൊഴി രേഖപ്പെടുത്തുമ്പോഴായിരുന്നു ഷെമി ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കട്ടിലിൽ നിന്ന് വീണപ്പോൾ സംഭവിച്ചത് എന്നായിരുന്നു ഷെമി ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ വൈകിട്ടോടെ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഷെമി നൽകുകയായിരുന്നു. ജ്യേഷ്ഠൻ അനിയനെ വെട്ടിക്കൊലപ്പെടുത്തി, പ്രതി പിടിയിൽ. ഇടുക്കി മറയൂരിൽ ഇന്ദിരാനഗറിലാണ് സംഭവം. ചെറുവാട് സ്വദേശി ജഗനെയാണ് ജ്യേഷ്ഠൻ അരുൺ കൊലപ്പെടുത്തിയത്. വാക്കുതർക്കമാണ് കൊലയ്ക്ക് പിന്നിലെന്നാണ് വിവരം. അരുണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യപിച്ച് സ്ഥിരം പ്രശ്നമുണ്ടാക്കുന്നയാളാണ് കൊല്ലപ്പെട്ട ജഗനെന്ന് പോലീസ് പറഞ്ഞു. ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തി. ഭാര്യ മാതാവിനും പിതാവിനും കുത്തേറ്റു. കുടുംബ വഴക്കിനെ തുടർന്ന് യുവാവ് ഭാര്യയെയും ഭാര്യ മാതാവിനെയും പിതാവിനെയും വെട്ടി. വെട്ടേറ്റ് ഗുരുതരമായി പരിക്കേറ്റ ഭാര്യ കൊല്ലപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ രണ്ടുപേരെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മയക്കുമരുന്ന് ലഹരിയിലാണ് ആക്രമണമെന്നാണ് പറയുന്നത്. ഈങ്ങാപ്പുഴ സ്വദേശി യാസീറാണ് ആക്രമിച്ചത്. വെട്ടേറ്റ യാസീറിന്റെ ഭാര്യ ഷിബിലയാണ് മരിച്ചത്. ഷിബിലയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ഷിബിലയുടെ പിതാവ് അബ്ദുറഹ്മാൻ, മാതാവ് ഹസീന എന്നിവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. അബ്ദുറഹ്മാന്റെ നില ഗുരുതരമായി തുടരുകയാണ്. യാസീറിനെതിരെ നേരത്തെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്നും എന്നാൽ പോലീസ് പരാതി ഗൗരവത്തിലെടുത്തില്ലെന്നും ആരോപണമുണ്ട്. കൊല്ലം കളക്ട്രേറ്റിലും ബോംബ് ഭീഷണി. ഇമെയിൽ വഴിയാണ് കൊല്ലം കളക്ട്രേറ്റിൽ ബോംബ് ഭീഷണി എത്തിയത്. രാവിലെ എത്തിയ ഇമെയിൽ സന്ദേശം വൈകിയാണ് ജീവനക്കാർ കണ്ടത്. കളക്ട്രേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് ബോംബ് സ്ക്വാഡും പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകൾക്ക് ബോംബ് ഭീഷണി ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കൊല്ലം കളക്ട്രേറ്റിലും ബോംബ് ഭീഷണി ലഭിച്ചത്.